മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം അഖിലും ആർച്ചയും ജോജിയും കിച്ചും അല്ല ഞങ്ങൾ ഒരു ഫാമിലി ട്രിപ്പ് പോലെ തന്നെ ഒരു അമ്പലം കാണാൻ വേണ്ടി പോകണം. ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 15 കിലോമീറ്റർ ദൂരെയാണ് ഈ അമ്പലം. നല്ല വ്യത്യസ്തമായ റോഡുകളൊക്കെയാണ്. അടുത്തോട്ട് ചെല്ലുന്നതോറും നല്ല ഓഫ് റോഡൊക്കെയാണ്. ഇത് ചെല്ലുന്നത് ഒരു ദ്വീപിലേക്കാണ് ചെല്ലുന്നത്. ഒരു ലേക്കിൻ്റെ സൈഡിലേക്ക് ചെന്ന് തീരുന്ന റോഡാണ്. വിദേശികളും സ്വദേശികളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ എനിക്ക് അതിൽ പ്രത്യേകത തോന്നിയത് ഇതിൽ നാനാജാതി മതസ്ഥരുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങ് ദൂരെ കാണുന്ന ആ ദ്വീപാണ് ഈ പറയുന്ന അമ്പലമുള്ളത്. അവിടെ ദൂരെ നിന്നൊരു ഫെറി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് കാണുന്ന പോലെ തന്നെ കടത്ത് വെള്ളമാണ്. അതിലൊരു 19 പേർക്ക് യാത്ര ചെയ്യാം. അടുത്ത് വന്നപ്പോഴേക്കും എല്ലാവരും അതിൽ കയറി. തൊട്ടടുത്ത് ഒരു വലിയ ദൂരമില്ലാതാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. അവിടേക്ക് വന്ന് ഇറങ്ങി കണ്ടപ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ ഒരു ഫോറസ്റ്റിലേക്ക് ഇറങ്ങിയ ഒരു രീതിയാണ് നമുക്ക് തോന്നിയത്. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടത്തിലായിരുന്നു. എങ്കിലും ആ മഴയൊക്കെ അവഗണിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥലത്ത് നിന്ന് ഇറങ്ങി. തുടക്കം അവിടെ ഒരു സ്റ്റാച്ചു ഇരിപ്പുണ്ട് ശ്രീകൃഷ്ണൻ്റെ. എല്ലാവരും അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ മലയാളികൾ ഒത്തിരി പേരുണ്ട്. പിന്നെ അവിടെ ഇവിടെയായിട്ടൊക്കെ ഈ ശ്രീകൃഷ്ണൻ്റെയും മറ്റ് ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട്. അമ്പലം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന സങ്കല്പങ്ങൾ എല്ലാം അപ്പുറമായിരുന്നു ഞങ്ങൾ കണ്ടത്. ഇവിടുത്തെ രീതിയിലുള്ള ഒരു സ്ട്രക്ചറുള്ള അമ്പലമാണ്. പുറത്ത് വലിയ വിശാലമായ വലിയ ഗ്രൗണ്ടുകളാണ്. പിള്ളേർക്ക് അത്യാവശ്യം കളിക്കാനുള്ള കളിസ്ഥലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അകത്ത് പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി കണ്ടതിന് ശേഷം അകത്തെ പ്രാർത്ഥനകളൊക്കെ ഒന്ന് കാണാം എന്ന് പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് കയറി. ഒരു 250-250 ആൾക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലം. നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കാം. ഒരു നോർത്ത് ഇന്ത്യൻ ഒത്തിരി പേരുണ്ട്. കുറച്ച് ഞങ്ങളവിടെ പ്രാർത്ഥനകളൊക്കെ കണ്ട് കേട്ടു. കൂടെ വന്നവരൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥനകളിന് ശേഷം ആ കാഴ്ചകളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാര്യം ഇവിടെ കുറച്ച് എന്താ പറയുന്നത്, ഈ ദ്വീപിലെ കുറച്ച് പക്ഷിമൃഗാദികളൊക്കെ ഉണ്ടെന്നാണ് മയില്, മാന്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ നമുക്ക് കാണാൻ സാധിച്ചേക്കാമെന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇതിന് പിന്നിലാക്കി ഒരു ഗാർഡനുണ്ട്. ആ ഗാർഡനുമൊക്കെ ഒന്ന് സന്ദർശിക്കാം. ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയാണ്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. താങ്ക് യു.